കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഫെയർവെൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. അതിനിടെ ആക്രമിച്ച വിദ്യാർത്ഥിയുടെ ഞെട്ടിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നു. കൂട്ടത്തല്ലിൽ മരിച്ചാൽ പ്രശ്നമില്ല, പോലീസ് കേസെടുക്കില്ല എന്നതാണ് ഈ സന്ദേശത്തിൽ പറയുന്നത്. ഈ സംഘർഷത്തിന് മുമ്പ് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ആ സംഭാഷണത്തിന്റെ ശബ്ദ സന്ദേശം ആദ്യം കേൾക്കാം. ആരാന്നൊന്നും ഞമ്മക്ക് ഓർമ്മല്ല. ഏതോ സൂര്യനും വർദ്ധനും അല്ല യാദവ് കണ്ട് പറഞ്ഞെങ്കിൽ നമ്മളെന്നെ കുത്തു ഫാസ്റ്റ് ആക്കി സാക്സും. അപ്പൊ വേഗം വരികട്ടോ എല്ലാരും. നമ്മള് കുത്തിട്ടേ പോലെ ഞങ്ങള് കുത്തും എന്തായാലും. ആണുങ്ങൾ ആരോ ഈ ഗ്രൂപ്പിലുണ്ട്, വേഗം വന്നോളി. ട്യൂഷനിൽ കയറിക്കാനേ വേറെ ആവശ്യം ഉണ്ടാവില്ല. ട്യൂഷനിൽ കയറിക്കാൻ ആരെങ്കിലും വിടുവല്ലേ ട്യൂഷനിൽ കയറിക്കാൻ ഞങ്ങളെ ടൈം ആകുമ്പോഴേക്കും വരാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഒറ്റ മൈൻഡാണ് കുത്തിയിട്ട് നമ്മൾ ഫുള്ള് അലമ്പായിരിക്കുന്ന കേട്ടി. ഷഹബാസ് എങ്കിന്റെ പറയണോ, ഫുള്ള് അലമ്പായിരിക്കുന്ന കേട്ടി. എന്റെ സീന്റേതാ ഈ എങ്ങനെ ചൊറ ഒഴിവാക്കിക്കൊണ്ടാ. ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഒഴിവായിക്കൊണ്ടോ. എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ? ഷഹബാസേ പേരുണ്ടേ പൊരുത്തപ്പെട്ടാട്ടോ. ഞാൻ എന്നോട് കൊറേ പറഞ്ഞല്ലേ മോനെ, ഞങ്ങൾ ചൊറക്ക് നിക്കില്ല. പിന്നെയും ഞങ്ങൾ എന്നിട്ടും എന്നോട് ചൊറക്ക് നിന്നില്ലല്ലോ. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞു ഇല്ലല്ലോ. ഈ മുകളിൽ അയച്ച മെസ്സേജ് ഞാൻ എന്നോട് നല്ലോണല്ലേ പറഞ്ഞു. പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക. ഒഴിവാക്കി പോകുമ്പോൾ പിന്നെയും വന്നതാ. പിന്നെ അന്നേത്തെ പ്രശ്നം ഞങ്ങളാരും മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ട്യൂഷനും കഴിഞ്ഞ് വരികയാണ്. ഇപ്പൊ നിങ്ങൾ എംജെക്കാരിൽ ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി എല്ലാവരും കൂടി ആയിട്ട് എത്തിയതാ. അതിന്റെ ഇടയിൽ കൂടെ ഇനിയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല്. ഞാൻ എന്തേതാ പിന്നെ ചെയ്യേണ്ടി പറഞ്ഞതാ. പിന്നെ കൂട്ടതല്ലായി ഇങ്ങനെ കണ്ടല്ലേ ഒക്കെ എന്തേലും എന്റെ പൊരുത്തപ്പെട്ടിട്ടോ. പൊരുത്തപ്പെട്ട് കൊണ്ടിട്ടോ. ഷഹബാസിന്റെ മരണത്തിൽ താമരശ്ശേരി പോലീസ് കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം. സംഭവത്തിൽ വിശദമായ വകുപ്പ് തല അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഉത്തരവിട്ടു. കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ പ്രാഥമികമായ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട്. അതേസമയം സംഭവം ഉണ്ടായ ദിവസം ട്യൂഷൻ സെന്റർ അവധിയായിരുന്നുവെന്നാണ് ട്യൂഷൻ സെന്ററിന്റെ പ്രിൻസിപ്പൽ നൽകുന്ന വിശദീകരണം. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ഫെയർവെൽ പാർട്ടിക്കിടെ ഒരു 2 വിഭാഗം സ്കൂളുകൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ചെറിയൊരു സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ക്രമം നമ്മൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഇന്നലെയാണ് ഇവിടെ ഈ രീതിയിൽ 2 സ്കൂളുകൾ ഉള്ള കുട്ടികൾ സംഘടിക്കുകയും ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ആ ദിവസം നമ്മളെ സംബന്ധിച്ച് സ്ഥാപനത്തിന് അവധിയായിരുന്നു. നമ്മളാരും തന്നെ ഇവിടെ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ കോയമ്പത്തൂരായിരുന്നു. അതുപോലെ തന്നെ പല ഭാഗങ്ങളിലായിരുന്നു. കാരണം ആ ദിവസം അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലേക്ക് നമ്മൾ വന്നിട്ടില്ല. പക്ഷേ പെട്ടെന്നാണ് ഇവിടുന്ന് നാട്ടുകാരെ അറിയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു വലിയ സംഘർഷം ഇവിടെ ഉണ്ടാവുകയും ഒരാൾക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം നമ്മൾ അറിയാൻ സാധിച്ചത്. പിന്നീട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ മീഡിയ ത്രൂ ആണ് നമ്മൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ വന്ന് എന്താണ് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത്. ഷഹബാസിനെ കാര്യമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് മറ്റൊരു ഓഡിയോ സന്ദേശത്തിൽ ആക്രമിച്ച വിദ്യാർത്ഥി പറയുന്നുണ്ട്. കൈകൊണ്ട് 2 കുത്തിയപ്പോൾ തന്നെ അവൻ ഇല്ലാതായി. അപ്പോൾ താൻ മര്യാദയ്ക്കൊന്ന് കുത്തിയിരുന്നെങ്കിൽ അവൻ ചത്തുപോയേനെ. ഷഹബാസ് തനിക്ക് കൈകാര്യം ചെയ്യാൻ മാത്രം ഉള്ളയാളല്ല എന്ന പ്രതികരണം കൂടി ഈ ഓഡിയോ സംഭാഷണത്തിൽ വരുന്നുണ്ട്. എല്ലാം കഴിഞ്ഞല്ലേ. പിന്നെ ഈ ഷഹബാസിനെ പറഞ്ഞില്ലേ, ഷഹബാസ് എനിക്ക് താങ്ങുന്നല്ല നീ പറയേണ്ടി, എനക്കൊന്നുമില്ലാന്ന് തന്നെ പറയേണ്ടി. ഇപ്പം എന്തേ തടപ്പിന് തല്ലൊന്നും അറിയൂലേ. ഞാൻ മര്യാദയ്ക്ക് തച്ചിട്ട് തന്നെയല്ലോ. ഞാൻ അങ്ങനെ പിടിച്ച് 4 കുത്തായിട്ട് എടുത്ത് കണ്ണിന് തന്നെ. ഇത് മാത്രമാണ് ചെയ്തില്ല. അതിൽ തന്നെ ഓനൊന്നായിട്ട് ഇല്ലാണ്ടായി പോയി. ഫസ്റ്റത്തെ 2 കുത്തലിൽ തന്നെ ഓനൊന്നായിട്ട് അരഞ്ഞു വയ്ക്കില്ലാണ്ട്.
വാണെന്ന് വെച്ചൊക്കെ തല്ലിനെ ചത്തു പോയി. എന്തേ തടവാൻ ഒന്നുമില്ല. ഞങ്ങളൊരു 5 ആള്, ഓല് പരുന്നറമ്പ് സ്കൂള്, മറ്റേ MJ എല്ലാവരും ഒരു 50 ആൾക്കാർ, 30-40 50 30-40 ആൾക്കാർ. ഞങ്ങൾ ഒരു 5 ആള്. എന്ത് ചെയ്തു കിട്ടലാൾക്ക് കിട്ടി. താമരശ്ശേരിയിലെ ഈ സംഭവം കേരളത്തിൽ വലിയ ചർച്ചകൾക്കാണ് ഇടവയ്ക്കുന്നത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. സമാന രീതിയിലുള്ള പലതരത്തിലുള്ള യുവാക്കൾക്കിടയിലും അല്ലെ വിദ്യാർത്ഥികൾക്കിടയിലുമുള്ള ഇത്തരം ഏറ്റുമുട്ടലുകളും നിരവധി